എക്സലന്റ് കാറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. മൈക്രോസോഫ്റ്റ് എക്സലിലെ റോസ് എന്നീ 2 ഫംഗ്ഷനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ഫംഗ്ഷനുകൾ വിശദീകരിക്കുമ്പോൾ ഇവ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് സംശയം തോന്നാം. പക്ഷേ അങ്ങനെയല്ല. വിലുക്കപ്പ് ഫംഗ്ഷനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫംഗ്ഷനാണ് റോസ് ഫംഗ്ഷൻ. വിലുക്കപ്പ് ഫംഗ്ഷനുള്ളിൽ റോസ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് റോ ഫംഗ്ഷനും റോസ് ഫംഗ്ഷനും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു സെൽ റെഫറൻസിൻ്റെ റോ നമ്പർ റിട്ടേൺ ചെയ്യാനാണ് റോ ഫംഗ്ഷൻ ഉപയോഗിക്കുക. റോ ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. റോ ഫംഗ്ഷനുള്ളിൽ റെഫറൻസ് എന്ന ഒരു ഓപ്ഷണൽ ആർഗ്യുമെൻറ്റ്, അതായത് റോ ഫംഗ്ഷനുള്ളിൽ ഒരു ആർഗ്യുമെൻറ്റ് സ്പെസിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിലും റോ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ഇനി റോ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ കാണുന്നൊരു സെല്ലിൻ്റെ, അതായത് B10 എന്ന ഈ ഒരു സെല്ലിൻ്റെ റോ നമ്പർ റോ ഫംഗ്ഷൻ ഉപയോഗിച്ച് റിട്ടേൺ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ റോ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ B10 എന്ന സെല്ലിൻ്റെ റോ നമ്പർ, അതായത് 10 എന്ന റോ ഇൻഡെക്സ് റിട്ടേൺ ചെയ്തു. ഒന്നുകൂടെ നോക്കാം. ഈ ഒരു സെല്ല് D11 എന്ന ഈ ഒരു സെല്ലിൻ്റെ റോ നമ്പർ റോ ഫംഗ്ഷൻ ഉപയോഗിച്ച് റിട്ടേൺ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ റോ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ D11 എന്ന സെല്ലിൻ്റെ റോ നമ്പറായ 11 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. ഇനി റോ ഫംഗ്ഷനുള്ളിൽ ഒരു സെൽ റെഫറൻസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്നൊരു സെല്ല് A15 എന്ന സെല്ലിൻ്റെ റോ നമ്പർ മറ്റൊരു സെല്ലിലേക്ക് റോ ഫംഗ്ഷൻ ഉപയോഗിച്ച് റിട്ടേൺ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ റോ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, A15 എന്ന സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ A15 എന്ന സെല്ലിൻ്റെ റോ നമ്പറായ 15 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. ഒന്നുകൂടെ Y1500 എന്ന സെല്ലിൻ്റെ റോ നമ്പർ റോ ഫംഗ്ഷൻ ഉപയോഗിച്ച് റിട്ടേൺ ചെയ്യാനായിട്ട് റോ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, Y1500 എന്ന സെൽ റെഫറൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ Y1500 എന്ന സെൽ റെഫറൻസിലെ 1500 എന്ന റോ നമ്പർ അല്ലെങ്കിൽ റോ ഇൻഡെക്സ് റോ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. അതുപോലെ തന്നെ റോ ഫംഗ്ഷനുള്ളിൽ ഒരു ഡേറ്റ റേഞ്ച് സ്പെസിഫൈ ചെയ്താൽ ആ ഡേറ്റ റേഞ്ചിലെ ആദ്യത്തെ സെല്ലിൻ്റെ റോ നമ്പർ ആവും റോ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. ഉദാഹരണത്തിന് ഈ കാണുന്നൊരു ഡേറ്റ റേഞ്ച് A1 തുടങ്ങി A6 വരെയുള്ളൊരു ഡേറ്റ റേഞ്ച് റോ ഫംഗ്ഷനുള്ളിൽ സ്പെസിഫൈ ചെയ്താൽ A1 എന്ന സെല്ലിൻ്റെ റോ നമ്പർ ആവും റോ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. ഈക്വൽ റോ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, A1 തുടങ്ങി A6 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ 1 എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. ഞാനിവിടെ A1നെ A3 ആക്കിയാൽ ഫംഗ്ഷൻ A3 to A6 എന്ന ഡേറ്റ റേഞ്ചിലെ A3 എന്ന സ്റ്റാർട്ടിംഗ് സെല്ലിൻ്റെ റോ നമ്പർ ആവും റിട്ടേൺ ചെയ്യുക. ഇനി റോസ് ഫംഗ്ഷൻ ഒരു അറേ ഓഫ് സെൽസിൽ അല്ലെങ്കിൽ ഒരു ഡേറ്റ റേഞ്ചിൽ എത്ര റോകൾ ഉണ്ടെന്ന് കണ്ടെത്താനാണ് റോസ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. റോസ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. റോസ് ഫംഗ്ഷനുള്ളിൽ അറേ എന്ന ആർഗ്യുമെൻറ്റ് ഏത് ഡേറ്റ റേഞ്ചിലുള്ള റോകളുടെ എണ്ണമാണോ കണ്ടെത്തേണ്ടത് ആ ഡേറ്റ റേഞ്ച് അല്ലെങ്കിൽ ആ സെൽ റെഫറൻസ് ആണ് അറേ എന്ന ആർഗ്യുമെൻറ്റ്. ഇനി റോസ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ കാണുന്ന ഡേറ്റ റേഞ്ച്, അതായത് B10 തുടങ്ങി B15 വരെയുള്ള ഈ ഒരു ഡേറ്റ റേഞ്ചിൽ റോകളുടെ എണ്ണം റോസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ റോസ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, B10 തുടങ്ങി B15 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ 6 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. ഇവിടെ നോക്കിയാൽ B10 തുടങ്ങി B15 വരെയുള്ള ഡേറ്റ റേഞ്ചിൽ 6 വരികളാണുള്ളത്. ഇനി ഈ ഒരു ഡേറ്റ റേഞ്ചിൽ B8 തുടങ്ങി G18 വരെയുള്ള ഈ ഒരു ഡേറ്റ റേഞ്ചിൽ എത്ര റോകളുണ്ടെന്ന് കണ്ടെത്താനായിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ റോസ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, B8 തുടങ്ങി G18 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ 11 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. ഇവിടെ നോക്കിയാൽ B8 തുടങ്ങി G18 വരെയുള്ള ഡേറ്റ റേഞ്ചിൽ
11 വരികളാണുള്ളത്. അതുപോലെ തന്നെ റോസ് ഫംഗ്ഷനുള്ളിൽ ഒരൊറ്റ സെല്ലിൻ്റെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റോസ് ഫംഗ്ഷൻ 1 എന്ന വാല്യൂ ആവും റിട്ടേൺ ചെയ്യുക. ഈക്വൽ റോസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, B10 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ 1 എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. ഇനി റോസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് 1 2 3 എന്നൊരു സീക്വൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ റോസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, C10 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു, ഫുൾ കോളൻ ടൈപ്പ് ചെയ്യുമ്പോൾ C10 എന്ന സെൽ റെഫറൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇനി ഈ ഒരു ഡേറ്റ റേഞ്ചിലെ ആദ്യത്തെ സെൽ റെഫറൻസിനെ അബ്സല്യൂട്ടാക്കി മാറ്റുക. അതായത് റോ ഇൻഡെക്സിനും കോളം ഇൻഡെക്സിനും മുമ്പിൽ ഡോളർ സിമ്പിൾ ആഡ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി ഈ സെല്ലിലുള്ള ഫോർമുല എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 എന്ന ഒരു സീക്വൻസ് ക്രിയേറ്റ് ആയി. ഈ ഫോർമുല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഇവിടെ റോസ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് C10 തുടങ്ങി C10 വരെയുള്ള ഡേറ്റ റേഞ്ചിലെ റോകളുടെ എണ്ണമാണ്. അതായത് C10 തുടങ്ങി C10 വരെയുള്ള ഡേറ്റ റേഞ്ചിൽ ഒരൊറ്റ റോ ആണുള്ളത്. തൊട്ട് താഴത്തെ സെല്ലിൽ വന്നാൽ C10 തുടങ്ങി C11 വരെയുള്ള ഡേറ്റ റേഞ്ചിലെ റോകളുടെ എണ്ണമാണ് റോസ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ 2 റോകളാണുള്ളത്. വീണ്ടും C10 തുടങ്ങി C16 വരെ 7 റോകളാണുള്ളത്. ഈ കണ്ട ടെക്നിക്ക് VLOOKUP ഫംഗ്ഷനിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ കാണുന്ന ഒരു എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്രോസ് സാലറി എന്നിവ ഈ കാണുന്നൊരു ടേബിളിൽ നിന്നും ഈ കാണുന്ന സെല്ലുകളിലേക്ക് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ സമയത്ത് VLOOKUP ഫംഗ്ഷനുള്ളിൽ VLOOKUP ഫംഗ്ഷനിലെ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് സ്ഥാനത്ത്, അതായത് കോളം ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് 2 3 എന്നിങ്ങനെ ഡയറക്റ്റ് വാല്യൂസ് മാനുവലി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. അതിന് പകരം, അതായത് ഈ കോളം ഇൻഡെക്സുകളുടെ സ്ഥാനത്ത് മാനുവലി വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം റോസ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ഒരു എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി എന്നിവ ഈ കാണുന്ന സെല്ലുകളിലേക്ക് VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് കൊണ്ടുവരാനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ VLOOKUP ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ എന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് എംപ്ലോയി കോഡ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. ഈ ഒരു സെൽ റെഫറൻസിനെ അബ്സല്യൂട്ടാക്കി മാറ്റുക. അതിനുവേണ്ടി F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക, കോമ ടേബിൾ അറേ എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് എംപ്ലോയി ഡീറ്റെയിൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. വീണ്ടും F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. സെൽ റെഫറൻസുകൾ അബ്സല്യൂട്ടായി മാറി, കോമ കോളം ഇൻഡെക്സ് എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. ഇവിടെയാണ് നമുക്ക് റോസ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുക. റോസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, H11 തുടങ്ങി H12 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. H11 തുടങ്ങി H12 വരെയുള്ള ഡേറ്റ റേഞ്ചിലെ H11 എന്ന സെൽ റെഫറൻസിനെ അബ്സല്യൂട്ടാക്കി മാറ്റുക, കോമ റേഞ്ച് ലുക്കപ്പ് എന്ന നാലാമത്തെ ആർഗ്യുമെൻറ്റ് ഫോൾസ് എക്സാക്ട് മാച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ XNC2 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയിം റിട്ടേൺ ചെയ്തു. ഇനി ഈ ഫോർമുല താഴത്തെ സെല്ലുകളിലേക്ക് കോപ്പി ചെയ്താൽ ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്രോസ് സാലറി എന്നിവ റിട്ടേൺ ചെയ്യും. നേരത്തെ കേസിൽ കോളം ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് 2 3 4 തുടങ്ങിയ വാല്യൂസ് നമ്മൾ മാനുവലി എൻറ്റർ ചെയ്യുമായിരുന്നു. ഈ ഒരു കേസിൽ റോസ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഫോർമുല കുറച്ചുകൂടി എളുപ്പമാക്കി തീർത്തു. റോസ് എന്നീ ഫംഗ്ഷനുകളെ കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. തുടർന്നും വീഡിയോ ലഭിച്ചുകൊണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.